പകുതി വില തട്ടിപ്പിൽ പങ്കാളിയായ നജീബ് കാന്തപുരം എംഎൽഎയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. എംഎൽഎ സ്ഥാനം നജീബ് കാന്തപുരം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് സംഘടിപ്പിച്ച മാർച്ച് ഡോക്ടർ പി സരൻ ഉദ്ഘാടനം ചെയ്തു. എംഎൽഎയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിലാണ് തട്ടിപ്പ് നടത്തിയത്. ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നജീബ് കാന്തപുരം എംഎൽഎയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പെരിന്തൽമണ്ണയിൽ ഒരു തട്ടിപ്പുകാരൻ മതിയെന്ന് നജീബ് കാന്തപുരം തീരുമാനിച്ചുവെന്നും അനന്തകൃഷ്ണൻ നടത്തിയ സമാന തട്ടിപ്പ് നജീബ് കാന്തപുരം നടത്തിയെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ പി സരിൻ പറഞ്ഞു. ഉത്തരം മുട്ടുമ്പോൾ ഞാൻ ഇരയാക്കപ്പെട്ടുവെന്ന് നജീബ് പറഞ്ഞിട്ട് കാര്യമില്ല, എംഎൽഎയെ കൊണ്ട് എണ്ണി മറുപടി പറയിക്കുമെന്നും സരിൻ കൂട്ടിച്ചേർത്തു. ആ പണം നഷ്ടപ്പെട്ട മനുഷ്യരെല്ലാം കൂടി കേസ് കൊടുത്തു. ഓരോ ജില്ലയിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കേസ് കൊടുത്തപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ വലുപ്പം മനസ്സിലായത്. നമ്മൾ ചോദിക്കുന്നത്, അനന്തകൃഷ്ണൻ ജയിലിലായി എങ്കിൽ നജീബ് കാന്തപുരം എങ്ങനെയാണ് ജയിലിൽ ആവാതിരിക്കുന്നത് എന്നാണ്. എംഎൽഎ ഓഫീസിൽ എത്തിയാണ് പണം നൽകിയതെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. എൻ്റെ മോളെ പഠനത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഓഫീസിൽ ഇങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ലാപ്ടോപ്പിന് പൈസ കൊടുത്തത്. ഇവിടെ ഓഫീസിൽ വന്നിട്ടാണ് 27,000 രൂപ കൊടുത്തത്. ജൂൺ മാസം എംഎൽഎ ഓഫീസിൽ നിന്നുള്ള പത്രപരസ്യവും വാട്സപ്പ് മെസ്സേജും തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് പെരിന്തൽമണ്ണയിലെ എംഎൽഎ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൈരളി ന്യൂസ്, മലപ്പുറം.